ഹലോ, ഇന്നത്തെ വീഡിയോ വെളിച്ചെണ്ണ കാച്ചാനായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ്. പച്ചില ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ. ഇതുപോലത്തെ ഒരു ഇടവഴികളിലൂടെയൊക്കെയാണ് നമ്മൾ എടുത്തത്. ആദ്യം നമുക്ക് കിട്ടിയത് കൈതോന്നി, രണ്ടാമത്തത് കീഴാനെല്ലി എന്ന് പറയും. അതിൻ്റെയാണ് ഞാൻ കാണിച്ചത്. ഇടയ്ക്ക് ഞാൻ ഈ ഒരു പൂ പറിച്ചായിരുന്നു കേട്ടോ. എന്ത് അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഓണത്തിനൊക്കെ വിരിയണ ഒരു പൂവാണെന്ന് തോന്നുന്നു. ഇതിന് പേരൊന്നും എനിക്കറിയണം. അതൊക്കെ ഞാൻ തലയിലൊക്കെ വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കീഴാനെല്ലി ഞങ്ങൾക്ക് ഒരുപാട് കിട്ടിയത് കേട്ടോ. അതാ ഇതാണ്. ഈ രണ്ട് ഐറ്റമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ബാക്കിയെല്ലാം ഞങ്ങൾ ഈ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. കറ്റാർ വാഴ സഹിതം ഞങ്ങൾ വാങ്ങിച്ചു. വീട്ടിൽ കറ്റാർ വാഴ ഒന്ന് രണ്ട് ഇതളേ കിട്ടിയോളൂ. ഇത് പിന്നെ ഞങ്ങൾ വീട്ടിൽ ആവശ്യത്തിന് ഉള്ളി വേണമായിരുന്നു. സവാള വീട്ടിലത്തേക്ക്, ഉള്ളി എണ്ണ കാച്ചാനായിട്ട് കുറച്ചേ വാങ്ങിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എണ്ണ വാങ്ങിക്കാനായിട്ട് മില്ലിലാണേ പോയത്. 2 വലിയ കുപ്പി എണ്ണയും ഒരു ചെറുതും കൂടിയാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ആവണക്കെണ്ണ യൂസ് ചെയ്യുമായിരുന്നേ. അത് കിട്ടിയില്ല എനിക്ക് അവിടുന്ന്. അവിടെ വലിയ കുപ്പി ഉണ്ടായിരുന്നുള്ളൂ, ചെറുത് ഞാൻ വാങ്ങിച്ചില്ല. ഭയങ്കര വിലയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എണ്ണയാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി കേട്ടോ, 6:30 7 മണിയായി. അത് കഴിഞ്ഞ് ഞാൻ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് ഇത് എണ്ണ കാച്ചണത്. അങ്ങനെ ഞാൻ ഇത് വൃത്തിയാക്കിയ വീഡിയോ ഒന്നും എടുത്തില്ല, താമസിച്ചല്ലോ. അങ്ങനെ പിന്നെ കുളിക്കാനായിട്ട് പോയി. ഇത് ഞാൻ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ കൈതോന്നിയും കീഴാനെല്ലിയും കറ്റാർ വാഴയും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ. പിന്നെ ഇത് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണ്. നമ്മൾ കടുക് വറുക്കാനൊക്കെ അരിയില്ല, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ പൊടികളാണ് യൂസ് ചെയ്യുന്നത്. ഇത് നെല്ലിക്ക പൊടി, പിന്നെ ഇത് ചെമ്പരത്തി പൂവിൻ്റെ, ഇതൊന്നും ഫ്രഷ് ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ തുളസി, ഇത് ബ്രഹ്മി. ഇത്രയാണ് ഞാൻ സാധാരണ ചേർക്കണത്. ഈ പാക്കറ്റ് വാങ്ങിച്ചതെല്ലാം ഞങ്ങൾക്ക് ഫ്രഷാണ് കേട്ടോ കിട്ടണത്. പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ പൊടിയെല്ലാം ചേർക്കണം. ലാസ്റ്റ് ഞാൻ കാണിച്ചത് കരിഞ്ജീരകമാണ് കേട്ടോ. ഈ ഒരു 1.5 കുപ്പി എണ്ണയാണ് ഞാൻ എടുക്കാൻ പോണത്. മറ്റേ ആ അരക്കുപ്പി ചെറിയ കുപ്പിന്നേ ഫുള്ളാണ് എടുക്കണില്ല, പകുതിയേ എടുക്കണുള്ളൂ. ഈ വലിയ കുപ്പി ഒരെണ്ണം ഫുള്ളാണ് ഞാൻ ഒഴിക്കണുണ്ട്. അതിനെ ഊറ്റി വറ്റിച്ചൊക്കെ ഞാൻ എടുക്കണുണ്ട് മൊത്തം. എണ്ണയ്ക്കൊക്കെ ഭയങ്കര വില കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായതുകൊണ്ട് വാങ്ങിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ മില്ലിൽ നിന്ന് തന്നെയാണ് വീട്ടിൽ ആവശ്യത്തിന് വാങ്ങിക്കണത്. സാധാ കടയിൽ നിന്ന് പോയി വാങ്ങിക്കണതിനെക്കാട്ടില്ലേ കുറച്ച് ലാഭമാണ് മില്ലിൽ പോയി വാങ്ങിക്കണത്. നമുക്കിവിടെ അടുത്ത് തന്നെയാണ് മില്ല്, ഒരുപാട് ദൂരമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇന്നലെ ഒരു വിഷമമായിപ്പോയത് ഈ പച്ചില ഐറ്റംസ് കിട്ടാത്തത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. പക്ഷേ അത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ ഉണ്ടെങ്കിലും നമ്മൾ വാങ്ങിച്ചല്ലേ ഈ പച്ചയെ. പക്ഷെ നമുക്ക് പൊടി ഐറ്റമൊക്കെയാണ് കിട്ടിയത്. ഞാൻ ഇതൊക്കെ വാങ്ങിച്ച കൂട്ടത്തിൽ എനിക്ക് മുഖത്തിടാനായിട്ട് മറ്റേ ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതും വാങ്ങിച്ച്, ഇരട്ടി മധുരവും വാങ്ങിച്ച്. ഇരട്ടി മധുരമൊക്കെ ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ. ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ബീട്രൂട്ടിൻ്റെ ഐസ് ക്യൂബൊക്കെ ഉണ്ടാക്കി ഫേസിലൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവിടെ ബീട്രൂട്ടിൻ്റെ പൗഡർ കണ്ടപ്പോൾ ഞാൻ അതും വാങ്ങിച്ചായിരുന്നു. യൂസ് ചെയ്ത് നോക്കണം. ഞാൻ അങ്ങനെ ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇരട്ടി മധുരം അടിപൊളിയാണ് കേട്ടോ, ഹെയറിനും ഫേസിനും ഒക്കെ നല്ലതാണ്. എണ്ണ കാച്ചാനായിട്ട് ഞാൻ എന്തായാലും ഇരട്ടി മധുരം യൂസ് ചെയ്യണില്ല. പിന്നെ ഒരു രാമച്ചവും കൂടി ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. രാമച്ച ഞാൻ ഇതിൽ ഇടൂല, കുപ്പിക്കകത്താണ് ഇറക്കി വെക്കണം. അപ്പോൾ എണ്ണ അതിൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ അതിൽ ഇരുന്ന് അതിൻ്റെ മണം ഇറങ്ങാനായിട്ട് അങ്ങനെയാണ് ചെയ്യണം. ഞാൻ എണ്ണ ചൂടായാൽ നോക്കാനായിട്ട് ഒരു ചെറിയൊരു ഉള്ളി എടുത്തിട്ട് നോക്കി, അപ്പോൾ ആയില്ലായിരുന്നു. പിന്നെ രണ്ടാമത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് എണ്ണ ചൂടായി ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തത്. ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പതഞ്ഞ് കയറും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഞാൻ അതാണ് ഇത്രയും വലിയൊരു ഉരുളി എടുത്തത്, ഇല്ലെങ്കിൽ ചെറുത് മതിയാവും. ഞാൻ ഒരിക്കൽ ആദ്യം അറിഞ്ഞൂടാതെയൊക്കെ എടുത്ത ഉള്ളി ഇങ്ങനെ ഇട്ട് എണ്ണയൊക്കെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉരുളിയിൽ നിന്ന് വാങ്ങിച്ച പകുതി എണ്ണയും കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ വലിയ ഉരുളിയിലൊക്കെ ചെയ്യുള്ളൂ. ഇത് അമ്മയൊക്കെ പറഞ്ഞു തന്ന രീതിയാണ് കേട്ടോ. അമ്മയൊക്കെ ഇങ്ങനെ കാച്ചി എണ്ണയൊക്കെയാണ് ഞങ്ങൾ തേച്ചുകൊണ്ടിരുന്നത്. എനിക്ക് കല്യാണത്തിന് മുമ്പൊക്കെ അത്യാവശ്യം നല്ല ബാക്ക് വരെയൊക്കെ തലമുടി ഇറക്കം ഉണ്ടായിരുന്നേ. എനിക്ക് അന്നേ തൈറോയ്ഡുണ്ട്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ തലമുടി എനിക്ക് കൊഴിയാൻ തുടങ്ങിയത്. അന്നൊക്കെ എനിക്ക് തലമുടി അങ്ങനെ കൊഴിച്ചിലില്ലായിരുന്നു. പ്രസവ ശേഷമൊക്കെ എണിച്ച് പിന്നെ ഭയങ്കര കൊഴിച്ചിലായി, തലമുടി അങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ സ്ഥിരമായിട്ട്
കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞാൻ കാച്ചിയ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ തീരണ അനുസരിച്ച് ചേട്ടനും സഹായിക്കും. ഇതെല്ലാം വാങ്ങിക്കാനും എന്ത് വേണം ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. ചേട്ടൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും വീഡിയോ എല്ലാം ചെയ്യണത് തന്നെ കേട്ടോ. എൻ്റെ ഒരൊറ്റ ഇതുകൊണ്ടല്ല ഞാൻ ചെയ്യണത്, ചേട്ടൻ്റെ ഒരൊറ്റ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യണത്. അങ്ങനെ ഞാൻ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ അടി പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കി ഇളക്കി എൻ്റെ ഊപ്പാട് വന്നു. പിന്നെ ഫ്രഷ് കരിയേപ്പില ഉണ്ടായിരുന്നു. മറ്റേ കവറിലിരിക്കണത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അമ്മ ഇണുത്തൊക്കെ തന്നതായിരുന്നു. അങ്ങനെ അത് രണ്ടും ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അത് ഇടാമെന്ന് കരുതി കേട്ടോ. ഇത് ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറി കളറൊക്കെ ചെറുതായിട്ടൊന്ന് വന്നിട്ട് കരിവേപ്പില ഇടാമെന്ന് കരുതി. കരിവേപ്പിലയൊക്കെ പെട്ടെന്നാവും കേട്ടോ. ഇതാണ് കരിഞ്ജീരകം, കണ്ട. ഇത് ഹെയറിന് ഭയങ്കര നല്ല ഗുണമുള്ളതാണ്. ഈ കൈതോന്നിൻ്റെ കീഴാനെല്ലിയുടെ ഉപയോഗമൊന്നും എനിക്കങ്ങനെ അറിഞ്ഞൂടാ കേട്ടോ. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ മെനക്കെടാനൊന്നും പോയില്ല. പിന്നെ പണ്ട് അമ്മയൊക്കെ പറഞ്ഞു തന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഈ എണ്ണ ഒന്ന് തിളച്ച് ഓക്കെ ആയതിന് ശേഷം ചെറിയൊരു ചൂട് മാറിയിട്ടാണ് ആ പൊടികൾ ഇടണത്. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും, പിന്നെ ഇട്ടിട്ടൊരു ഗുണമില്ലാതാവും. അതുകൊണ്ട് ഞാൻ എണ്ണ ഒന്ന് പകുതി ചൂടാറിയതിന് ശേഷം ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയായിരുന്നു കേട്ടോ. കൈ പൊള്ളണ ആ ഒരിത് മാറി വരുമല്ലോ, അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തത് കേട്ടോ. അത് ഇടണത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പൊടികൾ ആദ്യമേ ഓൾറെഡി കാണിച്ചു തന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇടണത് എടുക്കാത്തത്. ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരുപാട് നേരം ഇളക്കി കേട്ടോ. എനിക്ക് നിന്ന് ഇളക്കി, ഞാൻ പിന്നെ ഇരുന്ന് ഇളക്കി, എങ്ങനെയെല്ലാം ഇളക്കിയെന്ന് എനിക്കറിയില്ല. 1 മണിക്കൂറിൽ കൂടുതൽ വേണം കേട്ടോ ഇത് റെഡിയാവാൻ. കുറച്ച് എണ്ണയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂറൊക്കെ മതിയാവും. ഞാൻ ഇത്രയും എണ്ണ ഒഴിച്ചില്ലേ, അപ്പം ആ എണ്ണയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ സമയം എടുക്കേണ്ടി വരും. പിന്നെ കരിവേപ്പില ഇടണതാണ് കേട്ടോ ഇത്. കരിവേപ്പില നല്ല അഴുക്കൊന്നും ഇല്ലാതെ പൊടിയൊന്നും പറ്റിയതൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് കഴുകിയില്ലേ, ഇങ്ങനെ പറിച്ച പാടെ അങ്ങനെ ഇടണം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ. എന്തൊരൈറ്റം ഇട്ടാലും നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കണതിന് പിന്നെ പ്രത്യേകതയൊന്നുമില്ല, നമുക്കറിയാമെന്നുള്ള പോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. സംഭവം അടി പിടിക്കില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. തീ ഒരു കണക്കിന് വയ്ക്കണം. ഞാൻ എണ്ണ തിളയ്ക്കണത് വരെ തീ കൂട്ടി വെച്ചിരുന്നു. എണ്ണ ചൂടായതിന് ശേഷം തീ നല്ലപോലെ കുറച്ച് വയ്ക്കണം കേട്ടോ. ആദ്യം ചൂടാവണ വരെ നമുക്ക് കൂട്ടി വയ്ക്കാം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആ ഒരേ കണക്കിന് തന്നെ ലാസ്റ്റ് വരെ ഇട്ടിരിക്കണം. തീ കൂടിപ്പോയാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും സാധനങ്ങളെല്ലാം. ഇതെല്ലാം അതിൻ്റെ സത്തെല്ലാം ഊറി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചാലേ പറ്റുള്ളൂ. നിന്ന് എൻ്റെ ഊപ്പാട് വന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അടുപ്പിൻ്റെ മണ്ടയിൽ കയറി ഇരുന്ന്. അങ്ങനെ ഇരുന്നും നിന്നും കിടന്നും ഒക്കെയാണ് ഇത് ഓക്കെ ആക്കി എടുത്തത്. കുറച്ച് മണിക്കൂർ എടുത്ത്. ഇത് കണ്ടോ, ഇത് ഒരുവിധം ഓക്കെ ആയി കേട്ടോ. ബ്രൗൺ കളറൊക്കെ ആവാറായി. പിന്നെ ഞാൻ അവസാനേ എണ്ണ ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ മറന്നുപോയി മറ്റേ റോസ്മേരി ലീഫ് ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ ഇട്ടതിന് ശേഷമുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇങ്ങനെ നീളം കമ്പ് പോലെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ചെറിയ നീളമാണ് കേട്ടോ. അത് നല്ല എഫക്റ്റുള്ള സാധനമാണ് കേട്ടോ. അതും ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച്. പിന്നീടാണ് ഞാൻ അത് കണ്ടത്, ഞാൻ മറന്നുപോയി കേട്ടോ ആദ്യം ഇടാൻ. പിന്നെ ഞാൻ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടപ്പോഴും ചൂടൊക്കെ ഉണ്ടായിരുന്നു എണ്ണ. അത് കഴിഞ്ഞ് കണ്ട ഈ ഒരു ബ്രൗൺ കളർ ആവണം എണ്ണ പാകമാവണമെങ്കിൽ. ഇതിൽ നിന്നും കുറച്ചും കൂടി ആവണം കേട്ടോ. ഇതാണ് കറക്റ്റ് പാകം. എണ്ണ തിളച്ച് അതിനെ തിളയ്ക്കാൻ വയ്യാത്തൊരവസ്ഥയാവണം. അതാണ് അതിൻ്റെ പാകം എന്ന് പറയണത്. കണ്ട, കരിഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇത് ഓഫ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഇതായപ്പോൾ ഓഫാക്കി. എന്നിട്ടാണ് ഞാൻ റോസ്മേരി ഇത് ഇട്ടത്. ഇത് എണ്ണ ഒഴിക്കാനായിട്ട് ബോട്ടിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ എടുത്ത വീഡിയോ ആണ്. എണ്ണ പിഴിയണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ എണ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.